എല്ലാവർക്കും സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഡൈജഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഓണം ഡിഷായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാണ് ഇഞ്ചി തൈര്. ഇത് നമ്മൾ രണ്ട് രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഒന്ന് നമ്മൾ ഇഞ്ചി വറുത്തിട്ടാണ് ഈ ഒരു ഇഞ്ചി തൈര് തയ്യാറാക്കിയിരിക്കുന്നത്, മറ്റേത് നമ്മൾ ഇഞ്ചി അരച്ചിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ രണ്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓണം ഡിഷസ് ആണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊന്നും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അപ്പോൾ സദ്യ സ്പെഷ്യലായിട്ടുള്ള ഇഞ്ചി തൈര് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് നാടൻ ഇഞ്ചിയാണ്. ഇതിന് കുറച്ചും കൂടി എരിവും അതുപോലെ തന്നെ ഫ്ലേവറൊക്കെ കുറച്ച് കൂടുതലായിരിക്കും. ഇത് ചൈനീസ് ഇഞ്ചിയാണ്. ഇത് നാടൻ ഇഞ്ചിയെ അപേക്ഷിച്ചിട്ട് എരിവും അതുപോലെ തന്നെ ഫ്ലേവറും ഒക്കെ കുറവായിരിക്കും. അപ്പോൾ ഞാൻ രണ്ട് തരത്തിലുള്ള ഇഞ്ചിത്തൈരാണ് ഇവിടെ തയ്യാറാക്കുന്നത്. ഒന്ന് ഇഞ്ചി ഫ്രൈ ചെയ്തിട്ടും ഒന്ന് ഇഞ്ചി അരച്ച് ചേർത്തിട്ടുമാണ് ഈ ഒരു ഇഞ്ചിത്തൈര് തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അങ്ങനത്തെ ഇഞ്ചിയുടെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ തയ്യാറാക്കുന്നത് തേങ്ങ അരച്ചിട്ടുള്ള ഇഞ്ചിത്തൈരാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് തേങ്ങയൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഇപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ഈ ഒരു ഇഞ്ചിത്തൈര് തയ്യാറാക്കുന്നത്. ഒരു കപ്പ് കട്ടത്തൈര് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കത് നന്നായൊന്ന് ഉടച്ചു കൊടുക്കാം. ഇത് കുറച്ച് പുളിയുള്ള തൈര് വേണം നമ്മൾ ഈ ഒരു ഇഞ്ചിത്തൈരൊക്കെ തയ്യാറാക്കാൻ വേണ്ടി എടുക്കാൻ, എങ്കിലാണ് ആ പെർഫെക്റ്റ് ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ. നന്നായി ഉടച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാത്ത തൈര് തന്നെയാണ് എടുക്കേണ്ടത്. ഇതുപോലെ കട്ടത്തൈര്. ആദ്യം നമുക്ക് തേങ്ങാപ്പീരയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങാ കഷ്ണങ്ങളാണ് ചേർക്കുന്നത്. അതിനകത്ത് തേങ്ങയൊക്കെ ഞാൻ തേങ്ങാപ്പീരയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയാണ് ചേർക്കുന്നത്. ഇത് ഞാൻ ചൈനീസ് ഇഞ്ചിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. പിന്നെ ഇതിൽ എരിവിലേക്ക് ആവശ്യമായിട്ട് ഒരു പച്ചമുളകാണ് ചേർക്കുന്നത്. എൻ്റെ ഇതിലുള്ള പച്ചമുളക് കുറച്ചൊരു എരിവുള്ളതാണ്, അതുകൊണ്ടാണ് ഒന്ന് ചേർക്കുന്നത്. എരിവ് കുറവാണെങ്കിൽ 2 പച്ചമുളകൊക്കെ ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് പകുതി തൈര് ചേർത്താണ് അരച്ചെടുക്കേണ്ടത്. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ഈ ഒരു അരപ്പ് തയ്യാറാക്കാൻ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് കല്ലുപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നന്നായൊന്ന് അരച്ചെടുക്കാം. എന്താ നല്ല മഷി പോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് തൈരിലേക്ക് ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കാം. ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. അതുപോലെ പച്ചമുളക് ചേർക്കുന്ന സമയത്ത് കൂടുതൽ ചേർക്കരുത്, കാരണം ഇഞ്ചിയുടെ ഫ്ലേവർ ആയിരിക്കണം മുന്നിട്ട് നിൽക്കേണ്ടത്. ടേസ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ പൊടിയുപ്പാണ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കടുക് താളിക്കാം. ഈ കടുക് വറുക്കുന്നതിന് വേണ്ടിയിട്ട് അല്പം വെളിച്ചെണ്ണ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്താൽ മതി. അങ്ങനെ ഇത് എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് 1/4 ടീസ്പൂൺ കടുക് ചേർക്കാം. അങ്ങനെ കടുകൊക്കെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് വറ്റൽമുളകാണ് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് ഫ്രഷ് കറി ലീഫും ചേർക്കാം. അങ്ങനെ നമ്മൾ കടുക് വറുത്താണ് ഇതിൽ മുകളിലേക്ക് ചേർക്കുന്നത്. അടുത്ത മെത്തേഡ് നമ്മൾ ഇഞ്ചി ഫ്രൈ ചെയ്തിട്ടാണ് ഈ ഒരു ഇഞ്ചി തൈര് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇഞ്ചിയൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നാടൻ ഇഞ്ചി വെച്ചിട്ടാണ് ഈ ഒരു ഇഞ്ചി തൈര് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 1 കപ്പ് കട്ടത്തൈര് എടുത്തിട്ടുണ്ട്. നന്നായി ഉടച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാത്ത തൈര് തന്നെയാണ് എടുക്കേണ്ടത്. ഇതുപോലെ കട്ടത്തൈര്. അങ്ങനെ നമ്മുടെ 1 കപ്പ് തൈരും ഒന്ന് സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാ ഇഞ്ചിയും ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയൊരു ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ് ഞാൻ തക്ക പാനിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം, എങ്കിലാണ് ആ ഒരു ടേസ്റ്റ് ഒക്കെ കിട്ടുള്ളൂ. അങ്ങനത്തെ വെളിച്ചെണ്ണയൊക്കെ ചൂടായി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ചേർക്കാം. ഗോൾഡൻ കളർ ആവുന്നവരെയാണ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇഞ്ചി ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് 1/4 ടീസ്പൂണിലും കുറവായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കേണ്ടതുണ്ട്. ഇനി ഇഞ്ചിയെല്ലാം നല്ല ഗോൾഡൻ കളർ ആവുന്നവരെയാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത്. അങ്ങനത്തെ നമ്മുടെ ഇഞ്ചിയൊക്കെ നന്നായി ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. ഈ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു രീതി ആവുന്നവരെ നമുക്ക് ഫ്രൈ ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം തണുത്ത ശേഷമാണ് നമ്മളത് തൈരിലേക്ക് ചേർക്കേണ്ടത്. അങ്ങനെ നമുക്ക് ഇഞ്ചിയെല്ലാം എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതാ ഈ ഒരു രീതിയിലാണ് ഫ്രൈ ആയി കിട്ടിയിരിക്കുന്നത്. ഇഞ്ചി ഫ്രൈ ആവുന്ന സമയത്ത് കിച്ചണിൽ നല്ലൊരു മണമായിരിക്കും വരുന്നത്.
ഇനി നമുക്ക് ഇഞ്ചിത്തൈരും ഒന്ന് കടുക് താളിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ ഇഞ്ചി ഫ്രൈ ചെയ്ത എണ്ണ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് കുറച്ച് എണ്ണ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് ചേർക്കാം. അങ്ങനത്തെ കടുകൊക്കെ നന്നായി പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 പച്ചമുളകാണ് വട്ടത്തിലരിഞ്ഞ് ചേർക്കേണ്ടത്. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ചേർക്കാം. പച്ചമുളക് നന്നായി മൂത്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. ഇനി അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനത് ഉടച്ചു വെച്ച തൈരിലേക്ക് നമുക്ക് ആദ്യം ചേർക്കേണ്ടത് ഉപ്പാണ്. എന്നിട്ടത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി ചേർക്കാം. അങ്ങനെ ഇഞ്ചി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ഇഞ്ചിത്തൈര് കഴിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇഞ്ചി കടിക്കാനൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു ഇഞ്ചിത്തൈരിന്. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ച് ചേർക്കാം. അങ്ങനെ കടുക് താളിച്ചും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചി വറുത്തതും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ 101 കറികൾക്ക് സമമാണ് ഈ ഒരു ഇഞ്ചിത്തൈര്. പ്രത്യേകിച്ച് സദ്യയൊക്കെ കഴിക്കുന്ന സമയത്ത് നല്ലൊരു ഡൈജഷനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ലാസ്റ്റ് ഇഞ്ചിത്തൈര് എന്ന് കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ 2 രീതിയിലാണ് ഇഞ്ചിത്തൈര് തയ്യാറാക്കിയിരിക്കുന്നത്. ഇഞ്ചി വറുത്തിട്ടും അതുപോലെ തന്നെ ഇഞ്ചി അരച്ചിട്ടുമാണ്. അപ്പോൾ 2 രീതിയിൽ കഴിക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഞാനിതിൽ 2 തരത്തിലുള്ള ഇഞ്ചിയാണ് ചേർത്തിരിക്കുന്നത്. ഒന്ന് ചൈനീസ് ഇഞ്ചിയും അതുപോലെ തന്നെ ഒന്ന് നാടൻ ഇഞ്ചിയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.